എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ടോപ്പിക്ക് നമുക്ക് നമ്മുടെ തന്നെ ഹീലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. നമ്മുടെ സെൽഫ് ഹീലിങ്ങിന്, നമ്മുടെ ഉള്ളിലുള്ള ട്രോമാസിനെ ഒക്കെ ഒരു പരിധിവരെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഞാനിന്ന് പറയുന്നത്. ഇത് പറയാനൊരു കാരണമുണ്ട്. കാരണം നമ്മുടെ അടുത്തേക്ക് വരുന്ന സൈക്കോതെറാപ്പിക്ക്, അതായത് സ്മൃതി മെഡിറ്റേഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് വേണ്ടിയോ ഒക്കെ വരുന്ന ആളുകൾക്ക് ഓരോ സെഷൻ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ പറയുന്ന ഷാഡോ വർക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഷാഡോ വർക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഷാഡോ വർക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ ഷാഡോ സെൽഫ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അതിനെക്കുറിച്ച് ചെറുതായി ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം. ഷാഡോ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷാഡോ എന്ന് വെച്ചാൽ പൊതുവേ നിഴലാണല്ലേ. നമ്മൾ മലയാളത്തിൽ നിഴലിനെയാണ് ഷാഡോ എന്നുള്ള വാക്ക് ഡയറക്റ്റ് നമ്മൾ പറയുക. അപ്പം ഷാഡോ സെൽഫ് എന്ന് പറയുമ്പം നമ്മൾക്ക് നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വേർഷൻ നമ്മളിലുണ്ട്. അത് ആങ്കറിൻ്റെ രൂപത്തിലാവാം, അതായത് ദേഷ്യത്തിൻ്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ ജലസിയുടെ രൂപത്തിലാവാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള പേടികളുടെ രൂപത്തിലാവാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റം, എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, എന്നെക്കൊണ്ട് ഇതിനപ്പുറം പറ്റില്ല എന്നുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള ചിന്തകളാവാം. ഇതിനെയാണ് ആക്ച്വലി നമ്മുടെ ഷാഡോ സെൽഫ് എന്ന് പറയുന്നത്. അപ്പം ഷാഡോ വർക്ക് എന്ന് പറയുമ്പം ഈ ഒരു വേർഷനെ, നമ്മുടെ പേഴ്സണാലിറ്റിയിലുള്ള ഈ ഒരു ഭാഗത്തെ നമ്മൾ ഹീൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഷാഡോ വർക്ക് എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു ഷാഡോ വർക്കിൻ്റെ ബെനിഫിറ്റ്? ആക്ച്വലി നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ, അതിനെ ഒന്ന് കൃത്യമായി ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു വേർഷനെ, ഷാഡോ സെൽഫിനെ സ്വയം തന്നെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള, ജഡ്ജ് ചെയ്യാതെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ശരിക്കും ഷാഡോ വർക്ക്. ഇത് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാൾ ഗുഡ്സഫ് ജങ് എന്ന് പറയുന്ന ഒരു സൈക്യാട്രിസ്റ്റാണ് ഈ ഒരു മെത്തേഡിനെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സൈക്യാട്രിയിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായി നമ്മൾ പറയുമ്പം ഈ ഒരു മെത്തേഡ്, അതായത് ഷാഡോ വർക്കിനെ നമ്മൾ ഹീൽ ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ പേഷ്യൻസിൽ കൂടുതൽ പറയാറുള്ളത് ജേർണലിംഗ് മെത്തേഡാണ്. ജേർണലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ ഒരു ഓർഡറിൽ, ചിലപ്പോൾ അതൊരു സ്റ്റോറി പോലെയാവാം, അല്ലെങ്കിൽ നമ്മൾക്ക് തോന്നുന്ന ഇമോഷനെ പേപ്പറിൽ എഴുതുന്ന മെത്തേഡാണ് ശരിക്കും ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ മറച്ചു വെച്ചിട്ടുള്ള നമ്മളെ വേർഷൻ നമുക്ക് ക്ലിയറായി മനസ്സിലാക്കാനും കൂടെ സാധിക്കുന്നു. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ജേർണലിംഗ് എന്ന് പറയുന്ന കാര്യവും പലതരത്തിലുള്ള ജേർണലിങ്ങുകളുണ്ട്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലുണ്ട്, ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനുള്ള ജേർണലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്രീ റൈറ്റിംഗ് എന്ന് പറയും. ഇങ്ങനെ പലതരത്തിലുള്ള ജേർണലിംഗ് മെത്തേഡ് നമുക്ക് കാണാം. പക്ഷേ ഇന്നത്തെ ഈ ഒരു ഞാനിന്ന് പറഞ്ഞിരുന്നത് ഷാഡോ വർക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഷാഡോ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ജേർണലിംഗ് ആണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡാണ്. അതിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇമോഷണൽ ജേർണലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ട്രിഗർ ജേർണലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാ കാര്യവും ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രിഗർ ജേർണലിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ട്രിഗർ ജേർണലിംഗ്? ട്രിഗർ ജേർണലിംഗ് എന്ന് പറയുമ്പോൾ ഞാനതൊരു എക്സാമ്പിൾ വഴി നിങ്ങൾക്ക് ഈസിയായി പറഞ്ഞുതരാം. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടും. ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു സ്വസ്ഥമായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അങ്ങനെ ഒരു സ്ഥലത്ത്, അതായത് രാത്രി കിടക്കുന്നതിന് മുന്നേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം രാവിലെ മുഴുവനുള്ള ഏതെങ്കിലും ഒരു ഇമോഷൻ നമ്മളിൽ സ്റ്റക്കായിരിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു പ്ലേസ് സെലക്ട് ചെയ്യുക. ഒരു മെഡിറ്റേഷനിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷൻ, ഒരു പ്ലേസിനെ സെലക്ട് ചെയ്യുക. നിങ്ങൾ ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. എപ്പോഴും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് ഈ പറയുന്ന ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം സ്വസ്ഥമായി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. കയ്യിലൊരു പേപ്പറും പെന്നും ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇന്നത്തെ ദിവസം, അതായത് ഇതിനൊരു എക്സാമ്പിൾ വെച്ച് ഇനി പറയാം. അപ്പോൾ എക്സാമ്പിൾ, എനിക്ക് ഇന്ന് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കോൾ ചെയ്യുകയാണ്. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടിനെ കോൾ ചെയ്തു, അവളതിന് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. പല പ്രാവശ്യം ഞാൻ വിളിക്കുന്നു, പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, അതിനാണ് വിളിക്കുന്നത്, എടുക്കുന്നില്ല. അപ്പോൾ എനിക്കത് ഭയങ്കരമായി ഹേർട്ട് ആവുകയാണ്. ഈ ഒരു ഇൻസിഡൻറ്റ് ആണ് ഇന്നത്തെ ദിവസം എനിക്ക് ഹേർട്ടായി. അതായത് ഞാൻ ഈ ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുമ്പോൾ ആദ്യം എനിക്ക് വരുന്ന ഒരു തോട്ട് ഇതാണെന്ന് വെച്ചോ.
അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യത്തെ നിങ്ങൾ എഴുതുക, ഈ ഒരു തോട്ടിനെ നിങ്ങൾ എഴുതാം. എഴുതി കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നെ ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു റിജക്ഷൻ്റെ ഒരു ഫീലിംഗ് ആയിരിക്കും. അതായത് ഞാൻ അവൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അവൾ എനിക്ക് തരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു റിജക്ഷനാണ് എനിക്ക് അവിടെ കിട്ടിയത് എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കാം നിങ്ങൾക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജഡ്ജ് ചെയ്യാതെ, ഇത് സ്വാഭാവികമായ ഒരു ഹ്യൂമൻ നേച്ചറാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ജഡ്ജ് ചെയ്യാതെ ആ ഒരു ഇമോഷനെയും കൂടെ നിങ്ങൾ അവിടെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എഴുതാമെന്ന് പറയുമ്പോൾ ഇൻ ഡീറ്റെയിൽ ആയി എഴുതാം. നിങ്ങളെ ആ പേപ്പറും പെന്നും ഒരിക്കലും ജഡ്ജ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ അങ്ങനെ അതിനെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക, ഡീറ്റെയിൽഡായി എഴുതുക. എഴുതിക്കഴിഞ്ഞ് ഈ ഒരു റിജക്ഷൻ എന്നുള്ള ഫീലിംഗ് ഇനി എപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് മുന്നിൽ, അതായത് പാസ്റ്റിൽ എവിടെയെങ്കിലുമൊക്കെ ഈ ഒരു റിജക്ഷൻ നമുക്ക് ഉണ്ടായിട്ടുണ്ടാകും. ചിലപ്പം ഒരു കുട്ടിക്കാലത്തായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈഫ് പീരീഡിലായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിനെ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുകയും കൂടെ ചെയ്യാം. അതിന് നിങ്ങൾക്ക് പിന്നീട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം വേണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെ, അതായത് നിങ്ങൾക്ക് വരുന്ന അപ്പോൾ വരുന്ന ആ ഒരു ഇമോഷനെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. എഴുതി കഴിഞ്ഞ ശേഷം അതിനെ ചെറിയ പീസുകളായി മുറിച്ച് ഒന്നുകിൽ ഡസ്റ്റ്ബിന്നിലിടാം, അല്ലെങ്കിൽ കത്തിക്കാം. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ പേഷ്യൻസിൽ ഇത് പറഞ്ഞു കൊടുക്കുമ്പം പലപ്പോഴും അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇതെന്തിനാ ഡോക്ടറെ ഇങ്ങനെ എഴുതി കത്തിച്ച് കളയുന്നതിൽ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ എന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ, ഇതിൻ്റെ സൈക്കോളജിക്കലി അതുപോലെ ഫിസിയോളജിക്കലി ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ബ്രെയിൻ എപ്പോഴും കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു റിച്വലൊക്കെ ചെയ്യുമ്പോൾ അതിന് പെട്ടെന്ന് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമോഷനെ എഴുതുന്നു, നമ്മളതിനെ തിരിച്ചറിയുന്നു, ഇന്നതാണ് എനിക്ക് സംഭവിച്ച ആ ഒരു കാര്യം എന്ന് തിരിച്ചറിയുന്നു. അതിനെ നമ്മൾ കീറി കത്തിച്ച് കളയുമ്പം അവിടെ ഒരു ലെറ്റ് ഗോ, അതായത് ഞാൻ ഈ ഒരു ഇമോഷനെ റിലീസ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ് അവിടെ നിങ്ങൾക്ക് വരും. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും വളരെ സിമ്പിളായി തോന്നാമെങ്കിലും കണ്ടിന്യൂസ് ആയി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ലൈഫിലൊരു റൂട്ടീൻ പോലെ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിലുള്ള കാര്യമായ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഷാഡോ വർക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് അങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് പേഷ്യൻസിൽ മാത്രമല്ല, ഞാൻ പേഴ്സണലി നമ്മുടെ തന്നെ ഹീലിങ്ങിന് വേണ്ടിയും കൂടി ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ താങ്ക് യു.